ഈ ജയിലിൽ നിന്ന് രക്ഷപ്പെടുന്നത് ജീവൻ പണയപ്പെടുത്തുന്നതിന് തുല്യമായിരുന്നു. കാരണം ഈ ജയിലിന് ചുറ്റും ആഴമേറിയതും അപകടകരവുമായ ഒരു കടലുണ്ടായിരുന്നു. ഒരു ദിവസം ഒരു തടവുകാരൻ രക്ഷപ്പെടാൻ ശ്രമിച്ചു, പക്ഷേ പിടിക്കപ്പെട്ടു. ജയിലർ എല്ലാ തടവുകാരെയും ഒരുമിച്ച് കൂട്ടുകയും മറ്റുള്ളവർക്ക് പാഠമാകാൻ വേണ്ടി എല്ലാവരുടെയും മുന്നിൽ വെച്ച് ആ തടവുകാരന്റെ തല അറുക്കുകയും ചെയ്തു. അവന്റെ ശരീരം പുറത്തേക്ക് കൊണ്ടുപോവാനുള്ള ചുമതല മൈക്കിനെയും അവന്റെ സുഹൃത്തിനെയുമാണ് ഏൽപ്പിച്ചത്. അവർ രണ്ടുപേരും ആ മൃതദേഹം ഒരു ചാക്കിലാക്കി പുറത്തേക്ക് കൊണ്ടുപോയി. മൈക്കിന്റെ സുഹൃത്ത് രക്തം കണ്ട ഉടനെ പേടിച്ച് വിറയ്ക്കാൻ തുടങ്ങി. ഗാർഡ് അവനെ ചാട്ടവാർ കൊണ്ട് ശക്തിയായി അടിക്കാൻ തുടങ്ങി. തന്റെ സുഹൃത്തിനെ രക്ഷിക്കാൻ അടുത്ത് കിടന്ന ഒരു കല്ലെടുത്ത് മൈക്ക് ഗാർഡിന്റെ തലയ്ക്ക് ശക്തിയായി ഇടിച്ചു. ഗാർഡ് ബോധരഹിതനായി വീണു. ഈ അവസരം മുതലെടുത്ത് മൈക്ക് ജയിലിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചു. പക്ഷേ കുറഞ്ഞ സമയത്തിനുള്ളിൽ അവൻ പിടിക്കപ്പെട്ടു. എന്നിട്ട് അവന് ശിക്ഷ ലഭിച്ചു, 2 വർഷത്തെ ഇരുട്ടുമുറി. അതിനിടയിൽ മൈക്കിന്റെ സുഹൃത്തിന് നല്ല പെരുമാറ്റം കാരണം ജയിലിൽ മെച്ചപ്പെട്ട ഒരു ജോലി ലഭിച്ചു. അതേസമയം 2 വർഷത്തിനു ശേഷം മൈക്ക് സെല്ലിൽ നിന്ന് പുറത്തു വന്നപ്പോൾ അവൻ ബോധരഹിതനായി അഭിനയിച്ചു. അവനെ ജയിലാശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അവിടെ അവന്റെ സുഹൃത്ത് അവനെ കാണാൻ വന്നു. രക്ഷപ്പെടാനുള്ള ഒരു പുതിയ പദ്ധതി മൈക്ക് അവനോട് പറഞ്ഞു.